ആർക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ദീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിത്തിരുത്തലുകൾ നടത്തിയോ, ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹറാമുകൾ ചെയ്തുവോ, ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും പ്രവർത്തിച്ചുവോ, ആ ആളുകൾ ആരും നമ്മുടെ കൂടെ കിടക്കാനില്ല. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഓ സമാധാനമടഞ്ഞ മുഅ്മിനായ ആത്മാവേ, പേടിക്കണ്ട, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാളുകളാ ഞങ്ങൾ, നിന്നെ തേടി വന്നവരാ ഞങ്ങൾ. സ്വർഗലോകത്തേക്ക് നിനക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഗന്ധരുടെ ലോകത്തേക്ക്, സമാധാനത്തിന്റെ ലോകത്തേക്ക്, കഷ്ടപ്പാടില്ലാത്ത ലോകത്തേക്ക് കഷ്ടപ്പാട് സഹിച്ച നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് സന്തോഷം പറയുമ്പോ, ഓ ഫേസ്ബുക്കിലും വാട്സപ്പിലും ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ ദീനെന്ന് പഠിക്കാൻ തയ്യാറാവാതെ, ഈ മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാതെ, അതൊന്ന് കേൾക്കാൻ വരെ മനസ്സില്ലാതെ, അത് മക്കളെ പഠിപ്പിക്കാതെ, ആ സന്ദേശം മക്കൾക്ക് കൊടുക്കാതെ, ആ സന്ദേശം ഉമ്മമാർക്ക് കൊടുക്കാതെ, ആ സന്ദേശം മരുമക്കൾക്ക് കൊടുക്കാതെ, ആ സന്ദേശം നാട്ടുകാർക്ക് കൊടുക്കാതെ, ഈ ദീനിനെ പോലും പുച്ഛിച്ചു പരിഹസിച്ച് എനിക്കെന്റെ പണം കൊണ്ട് ചെയ്യാവുന്നിടത്തോളം ഞാൻ സുഖിക്കും, അത് ചോദ്യം ചെയ്യാൻ നിങ്ങളാരടാ എന്ന മട്ടിൽ പണം കൊണ്ട് അമ്മാനമാടിയ ധിക്കാരികളെ, തെമ്മാടി കൂട്ടങ്ങളെ ആരൊക്കെ ലോകത്തുണ്ടോ, അവൻ മരിക്കുന്ന വേളയിൽ അവനോട് മലക്കുകൾ പറയുന്നത്, ഇറങ്ങടാ പുറത്തേക്ക്, ഇറങ്ങ് പുറത്തേക്ക്. നീ ഒരുപാട് സുഖിച്ചവനല്ലേ, നീ വലിയ മാന്യനായിരുന്നില്ലേ, നീ വലിയ പത്രാസുകാരനായിരുന്നില്ലേ, നീ വലിയ അഹങ്കാരിയായിരുന്നില്ലേ, നീ വലിയ നെഗളിപ്പുകാരനായിരുന്നില്ലേ, ഇറങ്ങടാ പുറത്തേക്ക്, ഇറങ്ങടാ പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിച്ച് ഇറങ്ങാൻ കൂട്ടാക്കാതെ നിലക്ക് അവന്റെ റൂഹിനെ വലിച്ചു കൊണ്ടുപോകുമ്പോ, അതേ മലക്കുകൾ അവരുടെ മുഖത്തടിക്കുന്നുണ്ട്, അവരുടെ ബോഡിയിൽ അടിക്കുന്നുണ്ട്. ഓ ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്ന് വരെ ഒരാൾ മരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹാജരായിട്ട് ഒരു മലക്ക് അടിക്കുന്ന വോയിസ് കേട്ടോ, ഇയാൾ അട്ടഹസിക്കുന്ന അട്ടഹാസം കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അയാളുടെ കാഴ്ചയിൽ അതൊക്കെയുണ്ട്. മരണത്തോടടുക്കുന്ന നേരത്ത് നമ്മുടെ കണ്ണിന്റെ പവറങ്ങ് മാറുകയാണ്. ദുനിയാവിൽ നിന്ന് ബർസഖിയായ ലോകത്തേക്ക് നമ്മുടെ കണ്ണങ്ങ് കണക്ട് ചെയ്യപ്പെട്ടു. അത് ചുറ്റും നിൽക്കുന്നവർക്ക് കാണാനാവില്ല. ചുറ്റും നിൽക്കുന്ന ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരി സഹോദരന്മാർക്ക് ആ മയ്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ അറിയാനാകുന്നില്ല. പക്ഷേ അയാളുടെ കണ്ണുകൾ അതാ മറ്റൊരു ലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ടു. അയാളുടെ കേൾവി ശക്തി മറ്റൊരു ലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ടു. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത മലക്കുകളുടെ ശബ്ദം ആ കാതുകൾക്ക് ഇപ്പോൾ കേൾക്കാം. ഇന്ന് വരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത മലക്കുകളുടെ രൂപമതാ ആ കണ്ണുകൾക്ക് ഇപ്പോൾ കാണാം. ഈ ഒരവസ്ഥയിലെത്തുന്ന നേരത്ത് നമ്മെ ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പ്രലോഭിപ്പിച്ചിരുന്ന ആരെങ്കിലും നമ്മെ ഒന്ന് രക്ഷപ്പെടുത്താനുണ്ടോ? ഇല്ലെന്ന ബോധമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നന്നാവണം. അതിനാ നമ്മൾ പറയുന്നത്, അതിനാ ഞാൻ എന്നോട് പറയുന്നത്, അതിനാ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളോട് പറയുന്നത്. നമുക്കതിന് സാധ്യമാകില്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്മെ അങ്ങ് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അത്തർ പുരട്ടി, അതല്ലെങ്കിൽ കർപ്പൂരം പുരട്ടി, സുഗന്ധത്തിൻ്റെതായ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് 3 കെട്ടും കെട്ടി, ആ വാഹനത്തിൽ ഇന്ന് വരെ കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചവരൊക്കെ പിരിഞ്ഞു പോരുമ്പോ ഉടനടി വരുന്നില്ലേ 2 മലക്കുകൾ വരികയായി. ആ മലക്കുകൾക്ക് 3 ചോദ്യങ്ങൾ പ്രധാനമായി ചോദിക്കാനുണ്ട്. ഇതൊന്നും ദൂരെയല്ല സഹോദരങ്ങളെ, ഇതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നടക്കാനുള്ളതല്ല. ഇന്ന് നമ്മളങ്ങ് മരിച്ചുപോയാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ച് അവരിങ്ങോട്ട് തിരിച്ചു പോരിഞ്ഞ് അവരുടെ ചെരുപ്പടി ശബ്ദങ്ങൾ കേൾക്കുമാറ് ദൂരത്തേക്ക് അവർ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതാ വരികയായി മലക്കാൻ. 2 മലക്കുകൾ വരുന്നു, എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. ചോദ്യമുറകൾ ആരംഭിക്കുന്നു. മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഏതാ നിന്റെ ദീന്? പരമപ്രധാനമായ 3 ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരും അതില്ലെന്ന് ഒഴിവല്ല ഉപ്പമാരെ ഉമ്മമാരെ.
ഓ സഹോദരാ സഹോദരി, നമ്മൾ ആരും അതിൽ നിന്ന് ഒഴിവല്ല. ഒരു 3 ചോദ്യം പ്രധാനമായി. ആരാ നിന്റെ റബ്ബ്? ആരാ നിന്റെ റബ്ബ്? ആ ഭീകരതയുടെ ഖബർ, ഒരു വെളിച്ചത്തിന്റെ പഴുതുപോലും മണ്ണ് തേമ്പി വെള്ളം ചേർത്ത് പച്ചിലകൾ ചേർത്ത് ഒരു തരിമ്പ് പോലും സൂര്യപ്രകാശം കടന്നു ചെന്നിട്ടില്ലാത്ത ആ മണ്ണറക്കൂട്ടിന്റെ അകത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് വലിയ ഭീകരനായ മലക്ക് നമ്മുടെ മുമ്പിൽ എന്നിട്ടാ ചോദിക്കുന്നത്, മൻ റബ്ബുക്ക്, ആരാ നിന്റെ റബ്ബ്? എന്താ നമുക്ക് പറയാൻ കണ്ടുവച്ച മറുപടി? എന്താ നമുക്ക് പറയാനാവുക? യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാകുന്നു. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖബറിലെത്തിയിട്ടുള്ള 1ാമത്തെ ചോദ്യം, ആരാ നിന്റെ റബ്ബ്? എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതാർക്കേ സാധിക്കൂന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഈമാനുള്ള മനുഷ്യന്മാരെ അല്ലാഹു സ്ഥിരീകരണം അവർക്ക് കൊടുക്കും. പടച്ച റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോഴും അവർക്ക് നല്ല ധൈര്യമാണ്, ഖബറിലും അവർക്ക് ധൈര്യമാണ്, പരലോകത്തും അവർക്ക് ധൈര്യമാണ്. റബ്ബി അല്ലാഹ് എന്ന്, അല്ലാഹു എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ് എന്ന് പറയാൻ അവിടെ കഴിയണമെങ്കിൽ ദുനിയാവിൽ ആ റബ്ബിനെ ഓർത്ത് ജീവിച്ചവർക്കല്ലാതെ അവിടെ മറുപടി കൊടുക്കാൻ കഴിയൂല. എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് 2ാം ക്ലാസ് മുതൽക്ക് ദീനിയാത്തിലോ അമലിയാത്തിലോ അഖീദയിലോ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല. അങ്ങനെ നീ ജീവിച്ചിട്ടുണ്ടോ? എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചുവോ? 5 നേരം നിസ്കാരത്തിന് നീ ജമാഅത്തിനെത്തിയോ? മുടങ്ങാതെ നിസ്കരിച്ചോ? നീ നോമ്പെടുത്തിട്ടുണ്ടോ? നിന്റെ സാമ്പത്തിക ശുദ്ധി നീ വരുത്തിയിട്ടുണ്ടോ സക്കാത്തിലൂടെ? അതുപോലെ തന്നെ നിനക്ക് സാധ്യമായിട്ട് നീ ഹജ്ജിന് പോയിട്ടുണ്ടോ? നിന്റെ മാതാപിതാക്കളെ പരിപാലിച്ചിട്ടുണ്ടോ? നിന്റെ കുടുംബ ബന്ധത്തിൽ നീ ഇസ്ലാം അനുഷ്ഠിച്ചിട്ടുണ്ടോ? അയൽപക്ക ബന്ധത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അന്യമതസ്ഥരുമായുള്ള ഇടപാടുകളിൽ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാതെ, റബ്ബേ എവിടെ നിന്നും എന്നെ കാണുന്നവൻ നീ മാത്രമാണ്, എവിടെ നിന്നും ഞാൻ വിളിച്ചാൽ കേൾക്കുന്നവനും നീ മാത്രമാണ്, എവിടെ വെച്ചും എന്നെ സഹായിക്കാൻ എല്ലാത്തിനും കഴിവുള്ളവനും നീ മാത്രമാണ്. മറിച്ച് നിന്നെപ്പോലെ കേൾക്കുന്നവർ ലോകത്ത് ആരും തന്നെയില്ല, നിന്നെപ്പോലെ കാണുന്നവർ ലോകത്താരുമില്ല, നിന്നെപ്പോലെ കഴിയുന്നവർ ലോകത്താരുമില്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്, നീ മരിക്കുന്നവനല്ല. എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ട്, നിനക്കൊരു കുഴപ്പവുമില്ല. എല്ലാ അർത്ഥത്തിലും നീ എന്റെ രക്ഷിതാവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ റബ്ബിൽ അതൊന്നിനെയും പങ്കുചേർക്കാതെ, ആ റബ്ബിന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട്, ആ റബ്ബ് പറഞ്ഞതുപോലെ സന്തോഷഘട്ടത്തിലും സന്താപഘട്ടത്തിലും ആ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് കുടുംബജീവിതത്തിലും കാത്തുസൂക്ഷിച്ചു, സാമ്പത്തിക രംഗത്തും കാത്തുസൂക്ഷിച്ചു, ബിസിനസിന്റെ രംഗത്തും കാത്തുസൂക്ഷിച്ചു, എല്ലാ അർത്ഥത്തിലും കാത്തുസൂക്ഷിച്ചു, സംസാരിച്ചപ്പോഴും കാത്തുസൂക്ഷിച്ചു, ഏത് രംഗത്തും വീട്ടിലും നാട്ടിലുമൊക്കെ അത് കാത്തുസൂക്ഷിച്ചു. അങ്ങനെ എന്റെ റബ്ബ് അല്ലാഹയാണ്, എന്നെ എപ്പോഴും ആ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മ കാണുന്നില്ലെങ്കിലും, എന്റെ ഉപ്പയുടെ കണ്ണുകൾ ഉറങ്ങിയാലും, എന്റെ ഉപ്പ വിദേശത്താണെങ്കിലും, എന്റെ ബന്ധുക്കൾ വിദേശത്താണെങ്കിലും, ഇനി ഞാൻ പ്രവാസ ലോകത്ത് വിദേശത്താണെങ്കിലും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ് അവനില്ലെന്ന് മറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ എന്ന ബോധത്തോടെ ജീവിക്കാൻ മുസ്ലിമേ നിനക്ക് സാധിച്ചോ? എനിക്ക് സാധിച്ചോ? അങ്ങനെ നമുക്ക് റബ്ബാണ് എന്റെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറയുക മാത്രമല്ല, അതിനനുസരിച്ചുകൊണ്ട് ഈമാനിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളിലും ജീവിതത്തെ അങ്ങ് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു മരിക്കാനായിട്ടുണ്ടെങ്കിൽ മാത്രമേ മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ എന്ന മുൻകർ നകീറിന്റെ ചോദ്യത്തിന് റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു തന്നെ എന്ന് ഖബറിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ? ആ ഒരു ചോദ്യം നാളെ പരലോകത്ത് കിട്ടുമ്പോ അങ്ങനെ ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, ആ ഒരു ചിന്തക്ക് നിങ്ങൾക്ക് ഈ സമയം തയ്യാറാക്കണം. നിങ്ങൾ 2ാമത്തെ ചോദ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്?
നമ്മുടെ നേതാവ്, നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന, നമ്മുടെ പൊന്നുമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മൾ ആദരിക്കുന്ന, ലോകത്തുള്ള എല്ലാവരെക്കാളും നമ്മൾ ആദരിക്കുന്ന, ജീവനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ സന്തോഷം മനസ്സിൽ അണപൊട്ടിക്കൊണ്ട് അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്ന മുസ്ലിമീങ്ങളാണ് നമ്മൾ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ടെന്ന് ഖബറിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങ് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക? ആ സമയത്ത് മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ പറയും, അവൻ പറയും, അല്ലാഹു നമ്മെ എല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യവിശ്വാസിയായ പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും മലക്കുകളോട് ഉടനെ മറുപടി പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖബറിൽ ചോദിക്കുമ്പോ മുഅ്മിനീങ്ങൾ പറയും, ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് ഞങ്ങളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂലായിക്കൊണ്ട് ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജാഅനാ, ആ നബി ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ബിൽ ബയ്യിനാതി വൽ ഹുദാ, സത്യമേതാണ് അസത്യമേതാണെന്ന് കൃത്യമായി ഞങ്ങൾക്ക് പകർന്നു തരുന്ന സത്യാസത്യങ്ങളുടെ തെളിവുകളുമായി, സന്മാർഗത്തിന്റെ മാർഗദർശനവുമായി ഞങ്ങളിലേക്ക് വന്ന നബിയാണ്. ആ നബി ഞങ്ങളിലേക്ക് വന്ന് ആ നബിയുടെ ഹദീസുകൾ ഞങ്ങൾ കേട്ടപ്പോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചപ്പോ, അവിടുത്തെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോ, അവിടുന്ന് ഞങ്ങളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾ കേട്ടപ്പോൾ മലക്കുകളോട് കൊടുക്കുന്ന മറുപടി കേട്ടോ. ഫഅജബ്നാ, ഞങ്ങളെ വിളിച്ചപ്പോ ഞങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. വത്തബഅനാ, ഞങ്ങൾ ആ നബിയെ പിൻപറ്റി ജീവിച്ചിട്ടുണ്ട്. ആരായി പറയാ? സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിയായ സ്ത്രീ മലക്കുകളോട് പറയാണ്, ഞങ്ങളിലേക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട നബിയാണ്. ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 തവണ മുഅ്മിനീങ്ങൾ അത് പറയുമ്പോ മലക്കുകൾ സന്തോഷത്തോടെ അവനോട് പറയാണ്, എങ്കിൽ നം സാലിഹാ, ശാന്തമായി ഉറങ്ങിക്കോ. സ്വർഗീയ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗലോകത്ത് നിന്നുള്ള കുളിർ കാറ്റുകളും അതേ സുഗന്ധങ്ങളുമൊക്കെ ആ മുഅ്മിനത്തായ മനുഷ്യന്റെ സ്ത്രീയുടെ കബറിലേക്ക് തുറന്നു വെക്കപ്പെടുകയാണ്. അവർ വിശാലമാക്കപ്പെടുന്നു, ആനന്ദത്തിന്റെ ലോകം തുറക്കപ്പെടുന്നു. അതേ അവസരത്തിൽ ചിന്തിച്ചോ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളിങ്ങനെ മുജാഹിദുകളെ, നിങ്ങളെന്ത് വാത് പറഞ്ഞിട്ടെന്താ? നിങ്ങളെന്ത് ഡോർ ടു ഡോർ കയറിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടെന്താ? നിങ്ങൾ കവലകളിൽ ഇങ്ങനെ കൂടാരങ്ങൾ വെച്ചിട്ട് സീഡി കൊടുത്ത് ജനങ്ങളെ കേൾപ്പിച്ചിട്ടെന്താ? ഞങ്ങളതൊന്നും കേൾക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങളതിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ദുനിയാവാണ് വേണ്ടത്, ഇപ്പൊ ഇവിടുത്തെ കാര്യമാണ് വേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കളുടെ കൂടെ സുഖിക്കണം, ഞങ്ങളുടെ ഭാര്യമാരോടൊത്ത് ശയിക്കണം. ഞങ്ങളും ഞങ്ങളുടെ പണവും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ മക്കളും, അതിലപ്പുറം ഇതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊക്കെ നിങ്ങളിൽ ചില പൊട്ടന്മാരായ ആളുകൾക്കുള്ള എന്തോ കിറുക്ക് പിടിച്ച പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോട് ഇനിയും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഉപ്പമാരെ, സഹോദരന്മാരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച മദീനയുടെ തെരുവീതികളിലൂടെ വീട് വീടാന്തരം കയറിക്കൊണ്ടോ, ഉക്കാറിന്റെ ചന്തയിൽ പോയി പ്രസംഗിച്ചുകൊണ്ടോ, മക്കയുടെയും മദീനയുടെയും തെരുവോരങ്ങളിൽ പോയി ജാതിമത ഭേദമില്ലാതെ യഹൂദിയുടെയും നസറാനിയുടെയും മുസ്ലിമിന്റെയും എന്ന വ്യത്യാസമില്ലാതെ സർവർക്കും ഈ സന്ദേശത്തിന്റെ ആ കാര്യം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് കേൾപ്പിച്ചപ്പോൾ ഇസ്ലാമി ലോകത്ത് വളർന്നിട്ടുണ്ടെങ്കിൽ ആ പാതയിൽ നമ്മളും മുന്നോട്ട് പോകണ്ടേ, അതിൽ നമ്മളും പണിയെടുക്കണ്ടേ. എന്തിന് ഞാൻ എന്റെ നേതാവിനെ സ്നേഹിക്കുന്നു. ആ നേതാവ് കാണിച്ചു തന്നത് എന്തും എനിക്ക് സന്തോഷമാണ്. ആ നേതാവ് കാണിച്ചു തന്ന ദീനാണ് എനിക്ക് വലുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ചു. ആ നബി തങ്ങളോട് മഹബത്ത് വെച്ച് പുലർത്തി.
അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിച്ചപ്പോ ഖബറിലെത്തിയപ്പോ പറയാൻ സാധിച്ചു, ഇത് ഞങ്ങളുടെ നേതാവാണ്. ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, സന്മാർഗം ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നപ്പോ ഫഅജബ്നാ വത്തബഅനാ, ഞങ്ങൾ സ്വീകരിച്ചു, പിൻപറ്റി. അതേ അവസരത്തിൽ ഇതിനൊന്നും താല്പര്യമില്ലാതെ ജീവിച്ച, തെമ്മാടിയായി ജീവിച്ച, മുനാഫിഖായി ജീവിച്ച, മുശ്രിക്കായി ജീവിച്ച, കാഫിറായി ജീവിച്ചവന്റെ മുമ്പിൽ ഈ ചോദ്യം വരുമ്പോൾ അവൻ ബേജാറായി പോകുന്നു. ഖബറിൽ വെച്ച് മുൻകറിന് കീറി ചോദ്യം ചോദിക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ചോദിക്കുമ്പോ ആ മനുഷ്യന്റെ മറുപടി ലാദിരി, അയാളുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദമാണ് പ്രിയമുള്ളവരെ, അട്ടഹാസമാണ്. എന്നോടൊന്നും ചോദിക്കല്ല, എനിക്കറിയില്ല, 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 എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കല്ല. സമിഅ്തു الناس يقولون شيئا, ചിലരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നബി ഉണ്ടെന്ന് പറഞ്ഞു കേട്ട വിവരമുണ്ട്, അങ്ങനെ ഒരു പ്രവാചകനുണ്ടെന്ന് പറഞ്ഞു കേട്ട വിവരമുണ്ട്. അതിലപ്പുറം ആ നേതാവിനെ ഞങ്ങൾ സ്നേഹിച്ചില്ല, ആ നേതാവിന്റെ അധ്യാപനങ്ങളെ ഞങ്ങൾ കേട്ടില്ല, അത് പഠിച്ചില്ല, ആ ഹദീസുകൾ വായിച്ചില്ല. ഇനി വായിച്ചാൽ തന്നെ ഞങ്ങൾ ആ നേതാവിനെ പിൻപറ്റിയില്ല. ആ നേതാവ് പറഞ്ഞത് ചിലതൊക്കെ ബുദ്ധിക്ക് യോജിക്കാത്തതുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കളഞ്ഞു. ആ നേതാവിന്റെ ഹദീസുകൾ മുഴുവനും ഞങ്ങൾ ചിലതൊക്കെ നടുറോട്ടിലിട്ട് പിച്ചു ചീന്തി, അതിന് ഞങ്ങൾ പരിഹസിച്ചു. അത് ബുഖാരിയിലാവട്ടെ മുസ്ലിമിലാവട്ടെ തോട്ടിലെറിയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ നേതാവ് പഠിപ്പിച്ചത് മുഴുവനും ഉൾക്കൊള്ളാൻ സന്മനസ് കാണിക്കാതെ ആ നേതാവിനോട് എതിര് ചെയ്തവൻ ആരാവട്ടെ അവന് പറയാൻ സാധിക്കുമോ? ഞങ്ങളിലേക്ക് വന്ന നേതാവ് ഞങ്ങളോട് പറഞ്ഞത് മുഴുവനും ഞങ്ങൾ ഉത്തരം ചെയ്തു മലക്കുകളെ, ഞങ്ങൾ പിൻപറ്റി മലക്കുകളെ എന്നവിടെ ഖബറിൽ ഇത്തരക്കാർക്ക് പറയാൻ സാധിക്കുമോ? മറിച്ച് അവർക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും ചോദിക്കല്ല. മുനാഫിക്കിനും അതാ പറയാനുള്ളത്, കാഫിറിനും അതാ പറയാനുള്ളത്. അവൻ പറയുന്നു ലാദിരി, എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. പേടിച്ചരണ്ട് മലക്കുകൾക്ക് മുമ്പിൽ അട്ടഹസിച്ചു കിടക്കുന്ന മയ്യത്ത് ആ മനുഷ്യൻ. എന്താ അവിടെ സംഭവിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹോദരാ സഹോദരി, നമ്മുടെ മനസ്സിൽ കിടിലമുണ്ടാക്കണം, നമ്മുടെ മനസ്സിൽ ചലനമുണ്ടാക്കണം. ഈ മറുപടി അങ്ങ് കേൾക്കുമ്പോ മലക്കുകള് എന്നാ പിന്നെ ശരീരം പറഞ്ഞ് പോകല്ല, അവര് പിരിഞ്ഞു പോവുകയല്ല. ബിമിത്റഖത്തിൻ മിൻ ഹദീദ് ضربة بين أذنيه فيصيح صيحة يسمعها من يليه إلا الثقلين. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബ്ബിന്റെ റസൂലിനെ അനുസരിച്ചിട്ടില്ലാത്ത ആളുകൾ, ആ റബ്ബിനെ നിഷേധിച്ച, ആ റസൂലിനെ നിഷേധിച്ചവർ അവിടെ വെച്ച് ഈ മറുപടി പറയുമ്പോൾ ആ മനുഷ്യൻ അടിക്കപ്പെടുന്നു. മലക്കുകൾ അടിയെടുത്തു. എന്താണ് അവർ അടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിമിത്റഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ചുറ്റിക കൊണ്ട്, ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗദ കൊണ്ട്, ആ വലിയ ആയുധം കൊണ്ട് ദർബത്തൻ, ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. എവിടെ? ബൈന ഉദ്നൈ, അടി കൊള്ളുന്ന പ്രദേശം വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അവന്റെ ഇരു കാതുകൾക്കിടയിൽ ഒരൊറ്റ അടി, പെരടിക്ക് രണ്ട് കാതുകൾക്കിടയിൽ ആ ഇരുമ്പിന്റെ ഗദ കൊണ്ട് ഒരൊറ്റ അടിയാണ്. ആടിയങ്ങടിക്കുമ്പോ ഫയസീഹു സൈഹതൻ, ഖബറിൽ കിടന്ന് ഈ നിഷേധി പൊട്ടി അലറുകയാണ്, അലർച്ചയാണ്. ആ അലർച്ചയുടെ ശബ്ദം യസ്മഉഹാ, ആ ശബ്ദം അവന്റെ പരിസരത്തുള്ളവർ മുഴുവൻ കേൾക്കുന്നുണ്ട്. ഇല്ല സഖലൈൻ, അത് കേൾക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യന് കേൾക്കാനാവില്ല, ജിന്നുകൾക്ക് കേൾക്കാനാവില്ല. അതല്ലാത്തവരൊക്കെ ആ ശബ്ദം കേൾക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഈ ഹദീസുകൾ
പോലീസുകളെപ്പോലും പുച്ഛിക്കുന്നവരില്ലേ? എന്താ ഖബർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കുറ്റവാളികളെ കൊണ്ടുപോയി വിചാരണയും വിധിയുമൊക്കെ വരുന്നതിന്റെ മുമ്പേ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ഒരു തട്ട്, ജയിലിൽ വെച്ച് മറ്റൊരു തട്ട്, ഈ രൂപത്തിൽ ഇങ്ങനെ ലോക്കപ്പ് മർദ്ദനം നടത്തുന്ന, അനീതി ചെയ്യുന്ന റബ്ബാണോ ഖബറിലേക്ക് മലക്കുകളെ അയക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഖബറിന്റെ ശിക്ഷയെ വരെ പരിഹസിക്കുന്നവരില്ലേ? അല്ലാഹുവേ, അത്തരത്തിലുള്ള ഹദീസ് നിഷേധികളിൽ നിന്ന്, ഹദീസിനെ പരിഹസിക്കുന്നവരിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാ. മതയുക്തിവാദത്തിന്റെ പേര് പറഞ്ഞ്, ബുദ്ധിയുടെ പേര് പറഞ്ഞ് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഹദീസിനെ നിഷേധിക്കുന്ന സ്വഭാവക്കാർ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ഈ ലോകത്തേക്ക് ചെന്ന് കിടക്കാനുള്ള ദിവസത്തെ ഓർത്തുകൊണ്ട് ഹബീബ് പഠിപ്പിച്ചത് മുഴുവനും അതെന്റെ ബുദ്ധിക്ക് യോജിച്ചില്ലെങ്കിലും മുഴുവൻ സത്യമാണ്, മുഴുവൻ ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. ഇസ്ലാം മുഴുവനും അംഗീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് അല്ലാ എന്നൊരു ചിന്താഗതിയിലേക്ക് ഉടനടി മടങ്ങിയിട്ടില്ലെങ്കിൽ ജീവിതം രണ്ടു ലോകത്തും വളരെ ദുഷിച്ചതായിരിക്കും. ഗൗരവത്തോടെ ഓർക്കുക, ഏറ്റവും കഠിനകഠോരമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങിയോ? നമ്മുടെ പലരും ഇന്നത് അനുഭവിച്ചു കഴിഞ്ഞു. എത്ര ആളുകൾ പരിചയമുണ്ട്, ഉമ്മമാരെ ഉപ്പമാരെ. നമുക്കൊക്കെ നമ്മുടെ ഉപ്പാനറിയില്ലേ, നമ്മുടെ ഉമ്മാനറിയില്ലേ? അവരൊക്കെ ഇന്ന് ഈ ചോദ്യം കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ മക്കളെ അറിയില്ലേ പലരെയും? അവരൊക്കെ ഇന്ന് ഈ ചോദ്യം കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ ഭർത്താക്കന്മാരറിയില്ലേ നമുക്ക്? അവരൊക്കെ ഈ ചോദ്യം നേരിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഭാര്യമാരറിയില്ലേ പലർക്കും? അവരൊക്കെ ഇന്ന് ഈ ചോദ്യം കേട്ട് കിടക്കുകയാണ്. അങ്ങനെ പലരെയും നമ്മൾ യാത്രയാക്കിയില്ലേ? പലരും നമ്മോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയില്ലേ? അവരുടെയൊക്കെ ഖബറുകളുടെ സ്ഥിതി എന്താണ്? ഓർക്ക് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കറപ്പേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കറപ്പേ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്റെ ഭർത്താവിന് പുറത്തു കൊടുക്കറപ്പേ, എന്റെ ഭാര്യക്ക് പുറത്തു കൊടുക്കറപ്പേ, എന്റെ മക്കൾക്ക് പുറത്തു കൊടുക്ക് എന്നും മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കൂ. പക്ഷേ ആയിരങ്ങൾ പ്രാർത്ഥിച്ചാലും, ആയിരക്കണക്കിന് ജനങ്ങൾ നമുക്ക് വേണ്ടി നിസ്കരിച്ചാലും നമ്മളതിന് യോഗ്യരല്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ, എന്നെ എന്റെ റബ്ബ് രക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഞാനതിന് യോഗ്യനല്ലെങ്കിൽ എന്നേക്കാൾ പരാജയപ്പെട്ടവൻ ആരാ ഉള്ളത്? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്ക് രക്ഷ തരണേ അല്ലാ, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും സാലിഹീങ്ങൾക്കും നീ രക്ഷ കൊടുക്കണേ. അവരിൽ മരിച്ചുപോയവരുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുണ്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, ആയിരങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനക്ക് നമ്മൾ യോഗ്യരാവണ്ടേ. ശിർക്ക് ചെയ്ത് മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാഫിറായിക്കൊണ്ട് മരിച്ചുപോയാൽ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് മടക്കയാത്രക്കുള്ള ഒരുക്കത്തിൽ ആദ്യമായി ഒരുക്കേണ്ടത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ല പറഞ്ഞില്ലേ, ഒരുങ്ങണം യാത്ര പോകാൻ. യാത്രാ ഒരുക്കങ്ങളിൽ ഏറ്റവും മുന്തിയ ഒരുക്കം പടച്ചവനെ പേടിയാണ്, തഖ്വയോടെ ജീവിക്കലാണ്. വിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കാതെ, കർമ്മത്തിൽ അബദ്ധം സംഭവിക്കാതെ, സ്വഭാവത്തിൽ അബദ്ധം സംഭവിക്കാതെ ജീവിച്ചോളണം. ഖബറിൽ കൊണ്ടുപോയി വെച്ചു, എല്ലാവരും പിരിഞ്ഞു പോന്നു. ഇസ്ലാമിനെ കുറിച്ച് ചോദ്യമുണ്ട്. ആ ഇസ്ലാമിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോ പറയാൻ കഴിയുമോ ധൈര്യമായി, എന്റെ ദീന് ഇസ്ലാമായിരുന്നു, അതോ നാട്ടു നടപ്പായിരുന്നോ? നാട്ടിൽ കാണുന്ന പലതിനും പിന്നാലെ കൂടി. ഭൂരിപക്ഷം ആളുകൾ അതിന്റെ പിന്നാലെയാണെന്ന് പറഞ്ഞപ്പോ ഞാനും പിന്നാലെ കൂടി. അവര് ചെയ്യുന്ന വിദഅത്തുകളുടെ പിന്നാലെ ഞാനും കൂടി. അവര് ചെയ്യുന്ന അനാചാരങ്ങളുടെ പിന്നാലെ ഞാനും കൂടി. മഹല്ലിൽ ഭൂരിപക്ഷം എന്താണോ ചെയ്തത്, വലിയ ശേഷിയുള്ളവരെന്താണോ ചെയ്തത്, അതൊക്കെ നോക്കി എന്നതല്ലാതെ അള്ള പഠിപ്പിച്ചതെന്തെന്ന് പരിശോധിച്ചില്ല, റസൂലുള്ള പഠിപ്പിച്ചതെന്തെന്ന് പരിശോധിച്ചില്ല. അങ്ങനെ ദീനെന്താണെന്ന് പഠിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയി പഠിക്കാതെ,
ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സെന്ററുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അവിടേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കാതെ, CRE സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അയക്കാതെ, +2-വിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിനും ഡോക്ടറേറ്റിനും അതുപോലെ തന്നെ പ്രൈമറി തലങ്ങളിലും സെക്കൻഡറി തലങ്ങളിലും ഒക്കെ പഠിക്കുന്ന മക്കളെ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു, ചെലവിന് കൊടുത്തു, ചികിത്സ ചെയ്തു, പുസ്തകം വാങ്ങിക്കൊടുത്തു, ഫോൺ വാങ്ങിക്കൊടുത്തു, സംവിധാനങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അവരുടെയും നമ്മുടെയും റബ്ബായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന 1 മണിക്കൂറുള്ള ക്ലാസ്സിലേക്ക് അവരെ വിട്ടില്ല ഉമ്മ, അവരെ വിട്ടില്ല ഉപ്പ. ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടത്? നിങ്ങൾ ഖബറിൽ വെച്ച് പിന്തിരിഞ്ഞു പോരുമ്പോ നിങ്ങളുടെ ബാങ്ക് ബാലൻസിന് വേണ്ടി കടിപിടി കൂടുന്ന മക്കളാ പിൽക്കാലത്ത് വരുന്നു. സക്കാത്ത് പോലും കൊടുക്കാതെ കൂട്ടിവെച്ച ഉമ്മമാരെ, ഉപ്പമാരെ, എത്ര അക്കൗണ്ടിൽ ബാലൻസുമായിട്ടാ നിങ്ങൾ മയ്യത്ത് കെട്ടിൽ ഏറിപ്പോയത്? ആർക്ക് വേണ്ടിയാ നിങ്ങൾ കൊടുക്കാതെ കൂട്ടിവെച്ചത്? ആ അവകാശികൾ നിങ്ങൾക്ക് വേണ്ടി ഖബറിൽ വക്കാലത്തുമായി വരുമോ? എന്റെ ദീന് ഇസ്ലാമായിരുന്നു, ഞാൻ ഇസ്ലാമായി ജീവിച്ചിട്ടുണ്ട്, ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ധൈര്യമായി ഖബറിൽ വെച്ച് പറയാൻ സാധിക്കുന്ന എത്ര സഹോദരന്മാരുണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ? സക്കാത്ത് കൊടുക്കാതെ, മുതലിന്റെ കണക്ക് നോക്കാതെ, അതേ റബ്ബർ മുതലാളിമാരുണ്ട്, റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുണ്ട്, വാടക കെട്ടിടങ്ങളുടെ ഉടമകളുണ്ട്, കൃഷിയുടെ ഉടമകളുണ്ട്, ബാങ്ക് ബാലൻസിൽ ആയിരക്കണക്കിന് ദീനാറും ദിർഹമും ഇന്ത്യൻ രൂപയും അതുപോലെ തന്നെ ഡോളറും കുമിഞ്ഞു കൂട്ടിയവരുണ്ട്, വലിയ വലിയ സമ്പാദ്യത്തിന്റെ ഉടമകളായിട്ടുള്ളവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞും അണിയാതെ ബാങ്ക് ലോക്കറിൽ നിക്ഷേപിച്ചും വീട്ടിയുടെ സ്വകാര്യമായ വീട്ടിലെ അറയിൽ സൂക്ഷിച്ചു വെച്ചും കൊണ്ടുള്ള ലക്ഷക്കണക്കിന് മുതലിന്റെ ഉടമകളായ സഹോദരിമാരില്ലേ? ഖബറിൽ വെച്ച് നിന്റെ ദീനേരെന്ന് ചോദിക്കുമ്പോ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ ഉമ്മ? ആ സ്വർണത്തിന്റെ സക്കാത്തൊന്ന് കൊടുത്തിട്ടുണ്ടോ? എത്ര കൊല്ലമായി പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്? എത്ര കൊല്ലമായി പെങ്ങളെ നിനക്ക് ബാപ്പ ഒരുപാട് തന്നിട്ട്? ഒരു 100 പവൻ പൊന്നില്ല ഉമ്മ, 50 20 25 200 500 നിന്റെ ബോഡിയിൽ എത്ര നീ തൂക്കി നടക്കുന്നു? ബാങ്കിൽ എത്ര ലോക്കറിലിട്ടോ? എത്ര വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ? കൊല്ലം അതെ 2.5% സക്കാത്ത് കൊടുക്കണ്ടേ പെങ്ങളെ? 100 പവനുണ്ടെങ്കിൽ 2.5 പവൻ എനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന നിലക്ക് ഓരോ കൊല്ലവും എന്റെ സ്വർണത്തിന്റെ റേറ്റ് കൂട്ടി നോക്കിയിട്ട്, സ്വർണത്തിന്റെ കണക്ക് നോക്കിയിട്ട് അതിന്റെ 2.5% എല്ലാ കൊല്ലവും കൃത്യമായി പാവങ്ങളായ ആളുകളിലേക്ക് കൊടുത്തു തീർക്കുന്ന ഇസ്ലാമിന്റെ ആഭരണത്തിന്റെ സക്കാത്തിനെ പറ്റി ചിന്തിക്കാതെ പോയോ പെങ്ങളെ? ഖബറിൽ സമാധാനമില്ല. ആർക്ക് വേണ്ടിയാ കൂട്ടിവെച്ചത്? നിന്റെ മുതലിന്റെ അവകാശിയായിട്ട് വരുന്നത് ഒന്ന് നിന്റെ പുതിയാപ്പിളയാണ്. നീ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോ ഒരു മിന്നു പോലും കൊണ്ടുപോകുന്നില്ല. നിന്റെ ബോഡിയിൽ ചീർത്ത് വീർത്ത് അതേ അല്പം താമസിച്ച് കുളിപ്പിക്കാൻ താമസിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ ചെറുവിരൽ പോലും ചീർത്തു പോവുകയാണ്. അതിൽ കുരുങ്ങിക്കിടക്കുന്ന 1 ഗ്രാമിന്റെ മോതിരമെങ്കിലും ഉണ്ടെങ്കിൽ പെങ്ങളെ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ സഹോദരി കത്രിക എടുത്തുകൊണ്ട് മുറിച്ചിട്ട് ആ 1 ഗ്രാമിന്റെ പൊന്നും ഊരിയെടുത്തിട്ടല്ലാതെ വെള്ളപ്പൊതിയിൽ വെള്ളപ്പുടവയിൽ നിന്നെ പൊതിയില്ല പെങ്ങളെ. അങ്ങനെ ആർക്കൊക്കെ വേണ്ടി നീ പൊന്നിന് സക്കാത്ത് കൊടുക്കാതെ ഇവിടെ നീ പൊന്നും കൂട്ടിവെച്ച് നിന്റെ കഴുത്തിലെ താലി അവർ ഊരി, നിന്റെ കാതിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഊരി, അരഞ്ഞാണം ഊരി, എല്ലാ രൂപത്തിലുള്ള കമ്മലുകളും ഊരി, വളകൾ മുഴുവനും നിന്റെ ശരീരത്തിൽ ഭംഗിയായി കൊണ്ട് നടന്നിരുന്ന മുഴുവനും ഊരി വെച്ചു. ഒരു ഭർത്താവും ചിന്തിക്കുന്നില്ല എന്റെ പെണ്ണെത്ര കാലം വിട്ടു നടന്ന വളയാണ്, ഒന്നെങ്കിലും അവളുടെ ഖബറിൽ കിടക്കട്ടെ എന്ന് ചിന്തിക്കാതെ മാറ്റിവെച്ച് ആർക്ക് വേണ്ടിയാ പെങ്ങളെ കൊടുക്കാതെ ഖബറിലേക്ക് നീ പോയത്? നിന്റെ പുതിയാപ്പള അവകാശിയായി, നിന്റെ മക്കള് അവകാശികളായി. എന്നിട്ട് നിനക്കെന്തേ കാര്യം? എന്നിട്ട് നിനക്കെന്തേ പ്രയോജനം? അതേ അവസരത്തിൽ ഇത്
കൊടുക്കാതെ അങ്ങ് ഖബറിലെത്തുമ്പോഴുള്ള ശിക്ഷ എന്താണ്? പരലോകത്തെത്തുമ്പോഴുള്ള ശിക്ഷ എന്താണ്? കണ്ഠാഭരണമായിട്ട് അണിയിക്കപ്പെടുന്നു. പടുകൂറ്റൻ സർപ്പമായി കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ നമ്മുടെ ആഭരണങ്ങളും പണങ്ങളും അക്കൗണ്ടിലെ ബാലൻസുകളും മുഴുവനും അതാ ഒരു പാമ്പിന്റെ കോലത്തിൽ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് കഴുത്തിൽ ചുറ്റി മുറുക്കിയിട്ട് പാമ്പിനെ ദൂരത്ത് കാണുമ്പോഴേക്ക് പോലും നോക്കാനുള്ള കെൽപ്പില്ലാതെ പേടിച്ചരണ്ടോടുന്ന പെങ്ങളെ, ഒരു പാമ്പിനെ സൂവിൽ പോയിട്ടൊന്ന് കാണാൻ വരെ അല്പനേരം നോക്കി നിൽക്കാൻ ധൈര്യമില്ലാത്ത സഹോദരീ സഹോദരാ, നമ്മുടെ മാറത്തും നമ്മുടെ കഴുത്തിലും ഈ ഭീകരരൂപിയായ കാളസർപ്പമതാ വിഷം തീറ്റുന്ന സർപ്പം ഇങ്ങനെ ചുറ്റിയിട്ട് കൊത്തിപ്പറിക്കുകയാണ്. അതിന്റെ പല്ലുകൾ കൊണ്ട് നമ്മുടെ ബോഡി കടിച്ചെടുക്കുകയാണ്. വേദനിച്ചുകൊണ്ട് നമ്മൾ പൊളയുമ്പോ പാമ്പ് പറയുകയാണ് നമ്മെ കളിയാക്കുന്ന നിലക്ക്, അനമാലുക്ക, ഞാൻ നീ സക്കാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ച നിന്റെ മുതലാണടോ, അനക്കെൻസുക്ക, നീ കൂട്ടിവെച്ച നിന്റെ ആഭരണമാണ് ഞാൻ, നിന്റെ സമ്പത്താണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് കൊത്തി കൊത്തി നമ്മെ പരിക്കേൽപ്പിക്കുന്നു. ഈ ശിക്ഷ വരാനില്ലേ? ഇതിനെപ്പറ്റി ചിന്തിച്ചോ ഉമ്മ, പെങ്ങളെ ചിന്തിച്ചോ, സഹോദര ചിന്തിച്ചോ? ചിന്തിച്ചില്ല. ഫേസ്ബുക്കിലൂടെ നുണ പറയുന്ന സഹോദര, വാട്സാപ്പുകളിലൂടെ നുണ പ്രചരിപ്പിക്കുന്ന സഹോദര, അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുമ്പോ ചിന്തിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എത്ര കളവാ പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ദീനിനെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് എന്ത് കളവാ പ്രചരിപ്പിച്ചത്. ഇവൻ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കാണെന്ന് പറഞ്ഞു. ആരെ പ്രീതിപ്പെടുത്താനാ ഇത് പറഞ്ഞത്? ഇവൻ ജിന്നൂരിയാണ്, ഇവൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. ഒരിക്കലും അവൻ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങളത് അവന്റെ പേരിൽ കെട്ടിവെച്ചു, കളവ് പ്രചരിപ്പിച്ചു. പലയിടത്തും ഇന്റർവ്യൂ കൊടുത്തു, പലയിടത്തും അത് പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ആരാന്റെ പല രൂപത്തിലുള്ള അഭിമാനങ്ങളെയും അത് നശിപ്പിക്കുന്ന നിലക്ക് പലതും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നീ ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് നുണകൾ നീ കാരണമായി നീ ഉണ്ടാക്കി, നീ അത് പ്രചരിപ്പിച്ചു. ലക്ഷങ്ങളത് കണ്ടോ, ലക്ഷങ്ങൾ ആ മെസ്സേജ് വായിച്ചു, ലക്ഷങ്ങളത് പലർക്കും കൈമാറി. തുടക്കക്കാരൻ നീയല്ലേ? സൂക്ഷിച്ചോ. റബ്ബ് തരുന്ന മൊബൈൽ ഉപയോഗപ്പെടുത്തുമ്പോ, റബ്ബ് തരുന്ന നെറ്റ് ഉപയോഗപ്പെടുത്തുമ്പോ ഖബറിൽ പോയി കിടക്കുന്ന സമയത്തൊരു ശിക്ഷ വരാനുണ്ട്. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് കാണിക്കപ്പെട്ട വളരെയേറെ ഭീകരമായ ഒരു ശിക്ഷയുണ്ട്. ഒരാളിങ്ങനെ കിടക്കുന്നു, ശരിക്ക് ചിന്തിച്ചോ, ശരിക്ക് ശ്രദ്ധിച്ചോ. ഒരാളിങ്ങനെ മലർത്തിക്കിടത്തിയിട്ടുണ്ട്. അതേ അതിന്റെ അടുത്തതാ ഒരു വ്യക്തി നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ചവണയുണ്ട്, കൊടിലുണ്ട്. ആ ഇരുമ്പിന്റെ കൊടില് കൊണ്ട് അയാളുടെ വായ കുത്തിക്കീറുകയാണ്, ചെവിവരെ. വായ കുത്തിക്കീറുന്നു, ചെവിവരെ. പിന്നീട് മൂക്കിലേക്ക് തുളച്ചുകൊണ്ട് ചെവിവരെ കീറിമുറിക്കുകയാണ്. കണ്ണിൽ കുത്തിയിട്ട് ചെവിവരെ കീറിമുറിക്കുകയാണ്. വലതുഭാഗം അത് ചെയ്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് പോകുമ്പോഴേക്ക് വലതുഭാഗത്തെ മുറിവങ്ങ് കൂടിപ്പോയി. ഇടത്തെ ഭാഗത്തും ഇത് തന്നെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ ഭാഗത്ത് വീണ്ടും മുറി കൂടിപ്പോയി. അങ്ങനെ തുടർച്ചയായി വായയും മൂക്കും കണ്ണിലുമൊക്കെ കൊടിലിട്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന, ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെട്ടപ്പോ ചോദിച്ചറിഞ്ഞു, പുന്നാര ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ കാഴ്ച സഹിക്കാനായില്ല, അത് കണ്ടു നിൽക്കാനായില്ല. ചോദിച്ചു, ആരാണിവര്, എന്തിനാണിവര് ശിക്ഷിക്കപ്പെടുന്നത്? അവിടുന്ന് കേട്ട മറുപടി കേട്ടോ, ഇയാൾക്ക് എന്തായിരുന്നു പണിയെന്നോ? ഇയാൾ രാവിലെ ഒരു കളവങ്ങ് നിർമ്മിക്കും, ഒരു നുണയങ്ങ് ഇയാൾ ഉണ്ടാക്കും, എന്നിട്ടൊരു നുണ ഇയാൾ അങ്ങ് വീട്ടിൽ നിന്ന് അടിച്ചുവിടും. ആ അടിച്ചുവിട്ട നുണ, ഇയാൾ തുടങ്ങി വെച്ച നുണ ലോകം മുഴുവനത് എത്തുന്നു. ആളുകളതാ പലതും വിശ്വസിക്കുന്നു, നിരപരാധികളെ വേട്ടയാടുന്നു, പാവപ്പെട്ടവന്റെ അഭിമാനം പിച്ചു ചീന്തുന്നു. ഇന്ന് വരെ ശിർക്ക് ഒരിക്കലും ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് പാപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞ്, റബ്ബേ നിന്നെയല്ലാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂലെന്ന് പറഞ്ഞ് നാട്ടിലും വീട്ടിലും പീഡനങ്ങളും അതുപോലെ തന്നെ ബഹിഷ്കരണങ്ങളും മക്ബറ വിലങ്ങലുകളുമെല്ലാം ഏറ്റുവാങ്ങിയ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ പ്രവർത്തകരെ നോക്കിയിട്ട് അവൻ ജിന്നൂരിയാണ്, ജിന്നിനെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കളവടിച്ചു വിട്ടപ്പോ, പലരെ കുറിച്ചും പല ആരോപണങ്ങളും പറഞ്ഞപ്പോ, ലോകം മുഴുവൻ അത് ഏറ്റുവാങ്ങിയപ്പോ, പലയിട
എല്ലായിടത്തേക്കും അത് പ്രചരിപ്പിച്ചപ്പോ ഓർത്തുപോയോ, അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാതകം ചെയ്തു എന്ന് 1,00,000-ന്റെയും പിൻബലമില്ലാതെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ ശക്തമായ നിലക്കുള്ള ശിക്ഷയാണ് ബർസഖിൽ കാത്തിരിക്കുന്നത്. നുണ പറയുന്ന എല്ലാവർക്കും സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, ഒരു നുണയെ അടിച്ചുവിടുക, ലോകത്തേക്ക് മുഴുവനും ആ നുണ പ്രചരിപ്പിക്കുക, അവർക്ക് കിട്ടുന്ന ശിക്ഷയാണിത്. തീർന്നില്ല. ഈ ഖുർആനിനോട് താല്പര്യമില്ലാത്ത മനുഷ്യന്മാര്, ഇത് പഠിക്കാൻ തയ്യാറില്ലാത്തവർ, ഇത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ തയ്യാറില്ലാത്തവർ, അത് ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്തവർ, അങ്ങനെ അതിനെ അവഗണിച്ചുകൊണ്ട് 5 നേരത്തെ നിസ്കാരത്തിന് പോലും പോകാതെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണ് എന്ന് പറയുമ്പോ വലിയ രൂപത്തിലുള്ള ഭാരം പോലും പൊക്കാൻ കഴിവുള്ള ആരോഗ്യവാന് പോലും തന്റെ ബോഡിയിൽ താൻ പുതപ്പിച്ചിട്ടുള്ള പുതപ്പൊന്ന് ഉയർത്താനുള്ള ആഫിയത്ത് പോലും കാണിക്കാതെ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. എന്താ ബർസഖിൽ കാത്തിരിക്കുന്ന ശിക്ഷ? സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, ഒരു മനുഷ്യനെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുന്നു. ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഒരാൾ വലിയൊരു പാറക്കല്ല് കൊണ്ട് നിൽക്കുന്നു. ആ പാറക്കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്ക് അങ്ങിടുന്നു. മുഖം, അതുപോലെ തന്നെ ശിരസ്, അവന്റെ കണ്ണും കാതുമടങ്ങുന്ന അവന്റെ തല പൊട്ടിച്ചിതറിപ്പോയി, ചതഞ്ഞരഞ്ഞു പോയി. ആ പാറക്കല്ല് ശക്തിയോടെ എറിഞ്ഞു, ഇവന്റെ തല ചതഞ്ഞരഞ്ഞു പോയി. ആ കല്ലങ്ങ് ഉരുണ്ടുപോയി. ഈ വ്യക്തിയത് ആ കല്ലിന്റെ പിന്നാലെ തന്നെ ഓടി. ആ കല്ലും കൊണ്ട് ഈ മനുഷ്യന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് തല പഴയ പോലല്ലായി, ആരോഗ്യം തലക്ക് കിട്ടിപ്പോയി, ശരിയായ തലയായി മാറി. ആ കല്ലുകൊണ്ട് വീണ്ടും എറിയുകയാണ്. ഈ ശിക്ഷ, ഇങ്ങനെ തല ചരച്ചരക്കുന്ന ശിക്ഷ കണ്ടു നിൽക്കാനാവാതെ കാരുണ്യത്തിന്റെ പ്രവാചകൻ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ ഹൗലാ, എന്താണ് ഈ കൂട്ടർക്ക്, എന്താണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടാൻ കാരണം? ചിന്തിക്കണം നമ്മൾ. സുബഹിക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യ, സൂര്യോദയം നടന്നിട്ടല്ലാതെ എഴുന്നേൽക്കാത്ത സഹോദരീ സഹോദരാ, എന്തേ അയാൾക്ക് അങ്ങനെ കിട്ടാൻ കാരണം? നിന്റെ ഏതൊരു തലയും നിന്റെ ശിരസ്സും നീ നിന്റെ ബെഡിൽ തലവെച്ച് കിടന്നു സുഖിച്ചു കിടന്നുവോ, ആ തലയങ്ങ് ചതച്ചരങ്ങ് അങ്ങോട്ട് വികൃതമാക്കുന്ന ശിക്ഷ എന്തേ അയാൾക്ക് കിട്ടാൻ കാരണം? അയാൾ ഇതൊക്കെ പഠിച്ചിട്ടും വഹുവയനാം, അയാൾ കിടന്നുറങ്ങുന്ന ശീലക്കാരനാണ്. അനിസ്സലവാത്ത്, നിസ്കാരങ്ങൾക്ക് പോകാതെ കിടന്നുറങ്ങുന്ന മനുഷ്യനായിരുന്നു അയാള്. അയാൾക്ക് ബർസഖിന്റെ ലോകത്ത് കിട്ടുന്ന ശിക്ഷയാണ് സഹോദരാ, ഓ സഹോദരീ, ഇന്ന് മരിച്ച നാളെ തുടങ്ങി അനുഭവിക്കേണ്ട ശിക്ഷയല്ലേ? ഒന്ന് ഗൗരവത്തോടെ ചിന്തിക്കും. അതുകൊണ്ടും തീർന്നിട്ടില്ലല്ലോ. അതേ, അവിടുന്നതാ മറ്റൊരു കാഴ്ച കാണുകയാണ്. നരകത്തിയിലതാ പ്രത്യേകമായി ഇടുങ്ങിയ ഒരു ഭാഗം അവിടുത്തേക്ക് കാണിക്കപ്പെടുന്നു. അതിന്റെ അടിഭാഗത്ത് ശക്തമായ നിലക്കിങ്ങനെ തീ കത്തിക്കപ്പെടുന്നുണ്ട്. അതിൽ ഉടുതുണിയില്ലാത്ത, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ലാത്ത കുറെ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് ആ തീയിൽ ഇങ്ങനെ കത്തിക്കപ്പെടുന്നത്. തീയുടെ ഗൗരവം കൂടുമ്പോ ഈ മനുഷ്യന്മാര് ആ പ്രത്യേകമായ രൂപത്തിലുള്ള ഇടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് പോലെ മുകളിലേക്ക് പൊങ്ങി വരുന്നു. അപ്പോഴേക്ക് തീജ്വാല ഇത്തിരി ഒന്ന് തണുക്കുമ്പോ അവരിങ്ങോട്ട് തന്നെ ചാടുന്നു. പിന്നെയും അവർ കത്തിക്കപ്പെടുന്നു. തുണിയില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാനാവാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്താണ് ഈ കൂട്ടർക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടാൻ കാരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ നബി തങ്ങളോട് പറയപ്പെടുന്നു, അവർ വ്യഭിചാരികളാണ് നബിയേ. സ്വന്തം ശരീരം അന്യാണുങ്ങൾക്ക് തുറന്നു കാണിച്ചവരാണ്, തടറോട്ടിലൂടെ നടന്നവരാണ്, അവരുടെ ബോഡി പ്രദർശിപ്പിച്ചു, അവരുടെ ശരീരത്തിന്റെ അലങ്കാരം കാണിച്ചു. ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ മേനിയെ പലരോടും കിടപ്പറ പങ്കിട്ടു. പലരുടെയും പിന്നാലെ ചാടിപ്പോയി. മൊബൈലിലൂടെ അവരുടെ ആ രൂപത്തിലുള്ള അനിസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെട്ടു. പലരുടെയും പിന്നാലെ പോടി, പലരിൽ നിന്നും ഒളിച്ചോടി, പല ഭാഗത്തും അവർ ചുറ്റിക്കറങ്ങി. അങ്ങനെ ശരീരം വിറ്റുപോയി, മാനം വിറ്റുപോയി.
ബോഡി അവർ വൃത്തികേടാക്കി പോയി. അങ്ങനെയുള്ള വ്യഭിചാരികൾ, വ്യഭിചാരം ചെയ്ത സ്ത്രീകളും പുരുഷന്മാരും അതാ ശിക്ഷിക്കപ്പെടുന്ന രംഗമാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, ഇനിയും ആലോചിച്ചോ. നമുക്കല്ല തന്ന മൊബൈൽ എന്ന് പറയുന്ന ഈ ഉപകരണത്തെ ഇനി എങ്ങനെ ഉപയോഗിക്കണമെന്ന് സൂക്ഷ്മതയോടെ ചിന്തിച്ചോ. മടങ്ങിപ്പോകുന്ന ലോകത്തേക്ക് വേണ്ടി ചിന്തിച്ചില്ല, അതാലോചിച്ചില്ല നമ്മൾ. രണ്ടാത്തരങ്ങൾക്കൊക്കെ കൂട്ടുനിന്നു. മകൾക്ക് ആ രൂപത്തിൽ വസ്ത്രം വാങ്ങിക്കൊടുത്തു ഉപ്പ. മോളെ വളരെ അണിയിച്ചൊരുക്കി പുറത്തേക്കിറക്കി. മറ്റുള്ള ആണുങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവരുടെ ബോഡി മുഴുവൻ കണ്ടാസ്വദിക്കാൻ പാകത്തിൽ ടൈറ്റ് ചുരിദാറും ഡ്രസ്സും വാങ്ങിക്കൊടുത്തു. അവളുടെ കാലിന്റെ അഴക് കണ്ടോ, കാൽത്തുട കാണിച്ചു, അവളുടെ വയറ് കാണിച്ചു, മാറ് കാണിച്ചു, ശരീരം കാണിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ലേ? അവളെ കോളേജിലേക്ക് പറഞ്ഞേച്ചില്ലേ ആവേശത്തിൽ? അങ്ങനെ ഇറങ്ങിയില്ല ഉമ്മ നിങ്ങൾ, അങ്ങനെ ഇറക്കിയില്ല ഉപ്പാ നിങ്ങൾ. അവരെ മോശപ്പെട്ട കാര്യത്തിന് കണ്ണുകളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചില്ലേ, കാതുകളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചില്ലേ, വീട്ടിൽ ആ രൂപത്തിൽ സിനിമകൾ കണ്ടില്ലേ, സീരിയലുകളും നൃത്തങ്ങളും ഡാൻസുകളും പാട്ടുകളും കൂത്തുകളും കണ്ടില്ലേ, പലതിന്റെയും പേരിൽ നിങ്ങൾ ആസ്വദിച്ചില്ലേ? ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിഹിതമെന്ന് പറഞ്ഞിട്ടുള്ള വിചാരത്തിലേക്കുള്ള ചൂണ്ടുപലകകളായി, അതിലേക്കുള്ള കവാടങ്ങൾ എന്ന നിലക്ക് കൊട്ടിയടക്കപ്പെട്ടപ്പോഴും അത് പറയുന്നവരെ പിന്തിരിപ്പന്മാരാക്കി, അത് പറയുന്നവരെ പരിഹസിച്ചോ, അത് പറയുന്നവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റി. പരിഹസിച്ചാൽ വരാതിരിക്കുന്ന ലോകത്ത് വരാനുള്ള ഗൗരവതരമായ ഈ ശിക്ഷയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മടങ്ങിപ്പോകണേ. ആ ചിന്തയാണ് മടക്കയാത്രയിലേക്കുള്ള ഒരു കൈമുതൽ. തീർന്നില്ല. ഒരാളതാ പുഴയിലൂടെ ഇങ്ങനെ നീന്തുകയാണ്, റസൂലുള്ള കാണുകയാണ്. പുഴയിലൂടെ ഒരാൾ നീന്തുന്നു. ആ പുഴയുടെ കളർ മുഴുവൻ രക്തക്കളറാണ്, രക്തത്തിന്റെ പുഴയാണ്. ആ മനുഷ്യനിങ്ങനെ വെള്ളം കുടിച്ച് വയറ് ചീർത്തിരിക്കുന്നു. വെള്ളം കുടിച്ച് വയറ് ചീർത്ത് ആ മനുഷ്യനിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്വാസം വലിച്ച് രക്തം കുടിച്ച് വയറ് വലിയ വീർത്ത വയറുമായി കരയിലേക്ക് ഇങ്ങനെ അടുത്തു വരുമ്പോൾ കരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാ വലിയ കല്ലെടുത്തുകൊണ്ട് ഈ രക്ഷപ്പെടാൻ വരുന്ന ഈ രക്തം കുടിച്ച് വയറ് വീർത്ത് വികൃതമായവന്റെ ശലയിലേക്ക് ഈ കല്ലെടുത്ത് എറിയുമ്പോ അയാൾ പിന്നെയും രക്തപ്പുഴയിലേക്ക് നടുവിലേക്ക് നീന്തി പോകേണ്ടി വരുന്നു. തിരികെ വരുമ്പോ പിന്നെയും ഈ ഏറാണ് കിട്ടുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചറിഞ്ഞു, ആരായത്? എന്തേ ഇങ്ങനെ ശിക്ഷ കിട്ടാൻ കാരണം? കണ്ടോ, യഅ്കുലൂന റിബാ, പലിശ തിന്ന ആളുകളാ, പലിശക്ക് കൊടുത്തവരാ. കുറെ ബാലൻസ് ഉണ്ടായിരുന്നു ബാങ്കിൽ. പ്രവാസ ജീവിതത്തിന്റെ സമ്പാദ്യം കൊണ്ടുവന്ന് കച്ചവടക്കാർക്ക് ഓരോ ദിവസവും അങ്ങ് പലിശക്ക് കൊടുത്തു. പലർക്കും വേണ്ടി പലിശക്ക് കൊടുത്തു. ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ടായപ്പോ അതിന്റെ പലിശ വാങ്ങിത്തുന്നു. മക്കളെ തീറ്റിച്ചു, അതിലൂടെ സമ്പാദിച്ചു. ഒരണ പോലും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാതെ പലിശയിലൂടെ ജീവിതം നയിച്ച മനുഷ്യന് രക്തപ്പുഴയിൽ ആ രക്തവെള്ളം കുടിച്ച് അവനതാ വയറ് വീർത്തി ഭീകരരൂപിയായി വരുന്ന രംഗം. അതിന്റെ പുറമേ നാളെ പരലോകത്ത് വരുന്ന രംഗവും വളരെ മോശം തന്നെ. എല്ലാ അർത്ഥത്തിലും ശിക്ഷകൾ. സഹോദര, പരദൂഷണത്തിന്റെ ശിക്ഷ, നമീമത്തിന്റെ ശിക്ഷ, മൂത്രമൊഴിച്ചിട്ട് ശരിയായ നിലക്ക് ശുദ്ധിയാക്കാതെ എഴുന്നേറ്റ് പോയവന്റെ ശിക്ഷ ഒക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ഗൗരവമാണ്, എത്ര ഗുരുതരമാണ് സഹോദര, സഹോദരി. അതുകൊണ്ട് ആ ലോകത്തേക്കാ പോകേണ്ടത്, അവിടേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ എത്തുന്ന അവസരത്തിൽ പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് നമ്മൾ ഓർക്കണം. നരകാഗ്നിയിൽ കിടന്ന് പടയുന്ന മനുഷ്യന്മാര് അവിടെ വെച്ച് വിലപിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നരകത്തിയിൽ കിടന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന രംഗം വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടുകൂടെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നരകത്തിയിൽ കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടവര് പറയാണ്, അട്ടഹസിച്ചുകൊണ്ട് പറയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്താ, നഅമൽ, ഞങ്ങൾ പ്രവർത്തിച്ചോളാം, സാലിഹൻ, നല്ല നല്ല കാര്യങ്ങൾ, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അമലൊക്കെ ഞങ്ങൾ ചെയ്തോളാം,
ഞങ്ങൾ ചെയ്യാം, മക്കളെ പഠിപ്പിച്ചോളാം. നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പൊന്ന് ചിന്തിക്കൂ ഉമ്മ ഉപ്പ, വളർത്തിയുണ്ടാക്കിയ മക്കൾ നമുക്ക് വേണ്ടി എന്തു ചെയ്യും? അവസാനമായി അവർക്ക് നമ്മുടെ ഖബറിലേക്ക് നമ്മെ ആഴ്ത്തുന്നതിന്റെ മുമ്പേ നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ അറിയുന്ന മോനാണോ? നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ കഴിയുന്ന മോളാണോ? കോളേജിൽ പഠിക്കുന്ന മകള് ഉമ്മാടെ മരണവിവരം കേട്ട് വീട്ടിൽ ഓടിയെത്തിയപ്പോ ബന്ധുക്കളൊക്കെ പറഞ്ഞു, മോളെ പള്ളിയിലേക്ക് ജനാസ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഇവിടെയുള്ള സഹോദരിമാർക്ക് നിസ്കരിക്കണം. മോളല്ലേ, ഒറ്റ മോളല്ലേ നീ, അതല്ലെങ്കിൽ നീ മൂത്ത മകളല്ലേ, നീ ഒന്ന് ഇമാമത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ മകൾക്ക് സാധ്യമാകുന്നില്ല, പൊന്നു മോന് സാധ്യമാകുന്നില്ല. കാരണം ഇന്ന്